ജന്മഗൃഹത്തില് മറിയം ത്രേസ്യാമ്മ. പിന്നെ ഈശോ മറിയം യോസേപ്പ് ഈ അമ്മയുടെ ഒപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ ഉണ്ട്. ഇതാണ് ഗൈസ് ജന്മഗൃഹം. ഇതാണ് മറിയം ത്രേസ്യാമ്മയുടെ റൂം. ഇവര് ഈ അമ്മയും ഈശോ മറിയം യോസേപ്പ് തമ്മിൽ ഉള്ളിൽ സംസാരിക്കുന്നത് ഈ വീടമ്മ ഈ പറഞ്ഞോണം പഞ്ചക്ഷത എന്ന് പറഞ്ഞ ഈ അമ്മ മണി അനുഗ്രഹം, പിന്നെ രോഗം മാറും, പിന്നെ കൊച്ചങ്ങൾക്ക് ഗൈസ് നമ്മള് എന്നിട്ട് ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഏത് ജന്മഗൃഹത്തില് മറിയം ത്രേസ്യാമ്മ. അതിന്റെ ഉള്ളിലാട്ടോ ഞങ്ങള്. അപ്പൊ കാണിച്ചു തരാട്ടോ. ഇത് കോൺവെന്റാട്ടാ, ഇതാണ് ജന്മഗൃഹം. കാണിച്ചു തരാട്ടോ, ഫ്രണ്ടിൽ നിന്നൊന്നും കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ജന്മഗൃഹം. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് കാണാട്ടാ. ഇതിങ്ങനെയൊന്നായിരുന്നു റിനോവേറ്റ് ചെയ്തതാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. പിന്നെ ഈ വീട് ഇങ്ങനെയായിരുന്നു, ഓടിന്റെ പകരം ഓലയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നീട്ടി എടുത്തതാണ് മറിയം വിശുദ്ധിയായിപ്പോ. അകത്തേക്ക് പോവാട്ടോ. പക്ഷെ തട്ടിന് ഇത് മറിയം ത്രേസ്യാമ്മയുടെ ജന്മഗൃഹത്തിന്റെ വീടിനുള്ള ഫോണ്. ഇതിന്റെ അകത്ത് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഞങ്ങള് തപ്പുകള് ലൈറ്റ് കിട്ടിയിട്ടോ ഗൈസ്. ഇതൊരു കുഞ്ഞൊരു എട്ടനായി പോലത്തൊരു റൂം. പ്രാർത്ഥന റൂമായിരുന്നു. നമുക്ക് അകത്ത് കയറി നോക്കാട്ടോ. ഇവിടെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ലൈറ്റ് ഇട്ട് കണ്ടോളാൻ പറഞ്ഞത്. ഇവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ലൈറ്റ് ഓഫ് ചെയ്യാം. ഇതാണ് മറിയം ത്രേസ്യാമ്മയുടെ റൂം. ഉണ്ടോ? ഇത് മറിയം ത്രേസ്യാമ്മ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം റിനോവേറ്റ് ചെയ്തതൊക്കെയാണ് ഈ ഷെൽഫൊക്കെ. ഇതൊക്കെ ചെന്നലുണ്ടോ? ഇതൊക്കെ ഒറിജിനല്ല. 38 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. സ്വന്തം വീടാ, ജനിച്ചു വളർന്ന വീട്. പിന്നെ ഈശോ മറിയം യോസേപ്പ് ഈ അമ്മയുടെ ഒപ്പം മിക്ക ദിവസങ്ങളിലും ഇവിടെ ഉണ്ട്. ഈശോ മറിയം യോസേപ്പ് ഇവിടെ എന്നും തന്നെ ഉണ്ടായിരുന്നുള്ളതാ. ഇവർ ഈ അമ്മയും ഈശോ മറിയം യോസേപ്പ് തമ്മിൽ ഉള്ളിൽ സംസാരിക്കുന്നത് ഈ വീടിൻ്റെ സൈഡിൽ കൂടെ പോണവര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കാമെന്ന് വീട്ടിൽ നിന്ന്. ഓക്കെ. പിന്നെ ഈശോ ദിവ്യബലി അർപ്പിച്ചൊരു വീടാണ്, വിശുദ്ധ കുർബാന. പിന്നെ ഈ അമ്മയ്ക്ക് പുത്തൻചിറ പള്ളിയിൽ ചില ദിവസങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ദിവസങ്ങളിലൊക്കെ മാലാഖ വന്ന് ദിവ്യകാരുണ്യം കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു വിശുദ്ധയുടെ വീട്ടിലാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും അമ്മ തരും. ഈശോട് മാധ്യസ്ഥ യാചിച്ചു. അമ്മ ഈ പറഞ്ഞോണം പഞ്ചക്ഷത എന്ന് പറഞ്ഞ ഈ അമ്മ മണിക്കൂറുകളോളം ഈ ചുമരുമ്പ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അതായത് ഈ കരണ്ട് കയ്യിൽ ബ്ലഡ് വരാൻ വേണം. അതിനാണ് ഈ പഞ്ചക്ഷത എന്ന് മണിക്കൂറുകളോളം കിടന്നുണ്ടാവും. പിന്നെ ഈ പറഞ്ഞോണം അമ്മ പറയുന്ന വേറൊരു കാര്യം, എനിക്ക് എൻ്റെ ഈശോനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ. അതുപോലെ ഈ അമ്മ ആരെ പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല. കുഞ്ഞിലേ തന്നെ അമ്മയ്ക്ക് ഓരോന്നും ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വിശുദ്ധി ഉണ്ടായി. അതാണ് അമ്മയുടെ ഒരു പ്രത്യേകത. ഓരോന്നിലും അമ്മയ്ക്കൊരു വിശുദ്ധിയുള്ള ഹൃദയമായിരുന്നു.
അമ്മ പറയും ഈശോയോടൊപ്പം ഇരുന്ന് ആ ഒരു മണിക്കൂറുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാന്ന്. അത്രയും സംതൃപ്തി സന്തോഷം അമ്മ അനുഭവിക്കണം. എന്നാൽ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ വേറൊന്നും അമ്മയുടെ മനസ്സിനും ഹൃദയത്തിലേക്ക് വരുന്നില്ല നമ്മൾ പറയുന്നത്. ആ ഈശോയുടെ മുഖം മാത്രം, ആ ഈശോനെ എങ്ങനെ സന്തോഷിപ്പിക്കുക, അത്രയും. ഗൈസ് ആദ്യത്തെ മറിയന്ത്രേസ്യമ്മയുടെ വീട്, ജന്മഗൃഹം. ഇപ്പം ഇങ്ങനെ ഇപ്പോഴാണ് റെനോവേറ്റ് ചെയ്ത് വിശുദ്ധി കഴിഞ്ഞിട്ടും. ഗൈസ് ഇതാണ് ഇവിടുത്തെ മറിയന്ത്രേസ്യമ്മ ഉപയോഗിച്ച കിണർ. ഈ വെള്ളം എന്തിനാടി? ഈ വെള്ളത്തിന് കുടിച്ച മറ്റേ ഇങ്ങനെ അനുഗ്രഹം, പിന്നെ രോഗം മാറും, പിന്നെ കൊച്ചങ്ങൾക്ക് കൊച്ചങ്ങൾക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയാം. ശുദ്ധജലാന്ന് പറയില്ലേ, ഉപയോഗിച്ച സാധനങ്ങൾ. അപ്പൊ ഇതിന്ന് വെള്ളം കുടിച്ചിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ശരിക്കും അതിന്നാണ് കോരാൻ. എന്ത് നല്ല വെള്ളമാണല്ലേ, ശരിക്കും നോക്കിയേ. ആദ്യമൊക്കെ ആ ജനല ആ സാധനം തുറന്നിട്ട് ഇപ്പം തുറക്കാൻ പറ്റും. അതിൽ നിന്നാണ് മറിയന്ത്രേസ്യമ്മ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പുറത്തുനിന്നൊക്കെ ആക്കി. ഇതിന്റെ ഇവിടെ ഒരു പള്ളി പോലെ കേട്ടോ, ഒന്ന് കണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടേക്ക് ഫുള്ള് വഴുക്കിയൊക്കെ എടുക്കാന്ന് പറഞ്ഞു ഞങ്ങളോട് സിസ്റ്റർ. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കണ്ട് പോവാണ് ഇനി ഞങ്ങൾ.